തമിഴ്നാട്ടിൽ വീണ്ടും ഏറ്റുമുട്ടൽ കൊലപാതകം. 50-ലേറെ മാലപൊട്ടിക്കൽ കേസുകൾ പ്രതിയായ ഉത്തർപ്രദേശ് സ്വദേശി ജാഫർ ഗുലാം ഹുസൈനാണ് കൊല്ലപ്പെട്ടത്. തെളിവെടുപ്പിനെത്തിച്ചപ്പോൾ പ്രതി പോലീസിനെ ആക്രമിച്ചതിനാൽ വെടിവെച്ചതാണെന്നാണ് പോലീസിന്റെ വിശദീകരണം. ചെന്നൈയിൽ ഇന്നലെ രാവിലെ 1 മണിക്കൂറിനിടെ 8 ഇടങ്ങളിൽ മാലമോഷണം നടത്തിയ സംഘത്തിൽപ്പെട്ടയാളാണ് ജാഫർ ഗുലാം ഹുസൈൻ. സംസ്ഥാനം വിടാനൊരുങ്ങുന്നതിനിടെ ജാഫറിനെയും സഹായിയെയും പോലീസ് പിടികൂടുകയായിരുന്നു. 50-ലധികം മോഷണ കേസുകളിൽ പ്രതിയാണ് ജാഫർ. മഹാരാഷ്ട്ര പോലീസിന്റെ നോട്ടപ്പുള്ളി. പകൽ മുഴുവൻ ചോദ്യം ചെയ്ത ശേഷം ഇന്നലെ രാത്രിയോടെ തരമണി റെയിൽവേ സ്റ്റേഷനടുത്ത് ജാഫറിനെ തെളിവെടുപ്പിനെത്തിച്ചു. ഇവിടെ വെച്ച് പ്രതി ഇൻസ്പെക്ടർ ബുഹാരിയെ മർദ്ദിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ചെന്നും തുടർന്ന് വെടിയുതിർത്തെന്നുമാണ് പോലീസിന്റെ വാദം. പ്രതി സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. പോലീസുകാരന് സാരമായ പരിക്കുണ്ടെന്നും മനഃപൂർവ്വം ഏറ്റുമുട്ടൽ കൊലകൾ നടത്താറില്ലെന്നും സിറ്റി പോലീസ് കമ്മീഷണർ പറഞ്ഞു. അരുൺ ചാർജ് എടുത്ത ശേഷം നടക്കുന്ന 4ാമത്തെ ഏറ്റുമുട്ടൽ കൊലയാണിത്. 24 ചെന്നൈ. നീതിയുക്തമായ വിചാരണയില്ലാതെ ആരോപണ വിധേയരായ പ്രതികളെ വെടിവെച്ചു കൊല്ലുന്ന പോലീസ് രാജ് എന്ന സംവിധാനം ചോദ്യം ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്.